ഹായ് ഫ്രണ്ട്സ്, മഴ തോരും മുമ്പേ പ്രമോയിലേക്ക് സ്വാഗതം. അലീന പറയുന്നുണ്ട്, എന്നെ വിഷമിപ്പിക്കുന്ന പോലെ അച്ഛനെ വിഷമിപ്പിക്കരുത് മാഡം എന്ന്. അച്ഛനോ? ആരാടി നിന്റെ അച്ഛൻ? നീ ആരെയാടി അച്ഛൻ എന്ന് വിളിച്ചത് എന്ന് വൈജയന്തിയുടെ ചോദ്യത്തിന് ബബിതയുടെയും കൃഷ്ണയുടെയും അച്ഛൻ നീ തുടങ്ങി എൻ്റെയും അച്ഛനാണ് എന്ന് പറയുന്നു അലീന. വീണ്ടും തട്ടിക്കയറുന്നുണ്ട് വൈജയന്തി. അലീനയും വിടാൻ ഭാവമില്ല. എന്നോട് എങ്ങനെയൊക്കെ പെരുമാറിയാലും യാതൊരു വിദ്വേഷവും എനിക്കില്ല. ഒരിക്കൽ ഞാൻ ആരാണെന്ന് അറിയാവുന്ന സാഹചര്യമാകുമ്പോൾ ഈ ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് മാഡത്തിന് മനസ്സിലാകുമെന്ന് പറയുമ്പോഴും വൈജയന്തിക്ക് ഒരു മാറ്റവുമില്ല. കാരണം താൻ ചെയ്ത തെറ്റ് ആരും അറിഞ്ഞിട്ടില്ല എന്നും ആ കുഞ്ഞു മരിച്ചുപോയി എന്നുമാണല്ലോ വൈജയന്തി ധരിച്ചു വെച്ചിരിക്കുന്നത്. അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കൃഷ്ണമോളും പറയുന്നുണ്ട്, അമ്മ ആരോടാണ് മത്സരിക്കുന്നത്, ആരെയാണ് ജയിക്കാൻ ശ്രമിക്കുന്നത് എന്ന് അമ്മ അറിയുന്നില്ല എന്ന് പറയുമ്പോഴും വൈജയന്തിക്ക് കലി അടങ്ങുന്നില്ല. ഇങ്ങനെയൊരു കരിങ്കാലിയാണല്ലോ എൻ്റെ വയറ്റിൽ ഞാൻ പെറ്റത് എന്ന് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. ഇത് കണ്ട് രോഹിത്തും ബബിതയും കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, നീ വലിയ നിഷ്പക്ഷമായി ഒന്നും സംസാരിക്കണ്ട, അങ്ങനെ അഭിനയിക്കും വേണ്ട എന്ന്. അതിന് കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അമ്മ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് രോഹിത് ഏട്ടന് തോന്നുന്നുണ്ടോ എന്ന്. അത് കേട്ട് രോഹിത് ഒന്ന് പതറി. പിന്നീട് കൃഷ്ണ അടുക്കളയിൽ വന്ന് അലീനയെ കണ്ട് ആശ്വസിപ്പിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം അലീന ഇതെല്ലാം ബാലചന്ദ്രനോടും പറയുന്നുണ്ട്. അപ്പൊ ബാലചന്ദ്രൻ പറയുന്നത്, അത് നല്ലതല്ലേ, നമ്മുടെ സൈഡ് 3 പേര്, അവരുടെ സൈഡ് 3 പേര്, അങ്ങനെ ഈക്വൽ സ്റ്റണ്ട് ആയല്ലോ, പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് കൂളായി മറുപടി പറയുന്ന ബാലചന്ദ്രനെയാണ് പ്രമോ ആയി കാണിക്കുന്നത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.